ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഐ ആം അപ്പച്ചൻ. ഇത് കുറേ നാളായിട്ടുള്ള എൻ്റെ ഒരു സംശയമാണ്, ഈ മനുഷ്യൻ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ന് ചോദിച്ചാൽ വെജിറ്റേറിയൻ ആണോ അല്ലെങ്കിൽ മാംസഭുക്കാണോ എന്നുള്ളത്. വെജിറ്റേറിയനായിട്ടുള്ള മൃഗങ്ങളെ നമുക്കറിയാം അല്ലേ, ആന, പശു, പിന്നെ പോത്ത്, ആട് അല്ലേ, അപ്പോൾ അതുപോലെ തന്നെ മുയൽ, ഇതെല്ലാം വെജിറ്റേറിയനാണ്, നമുക്ക് നല്ല പരിചയമുള്ളതാണ് ഇത്. പക്ഷെ ഇതിൻ്റെ ഈ വെള്ളം കുടിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം വെള്ളം വലിച്ചു കുടിക്കും അല്ലേ. പക്ഷെ അതേസമയം തന്നെ ഈ മാംസഭുക്കുകളായിട്ടുള്ള മൃഗങ്ങളുണ്ട്. അത് സിംഹം, കടുവ, പുലിയ്, പൂച്ച, പട്ടി, ഇപ്പം ഇതെല്ലാം മാംസഭുക്കുകളായിട്ടുള്ള മൃഗങ്ങളാണ്. ഇത് വെള്ളം കുടിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം വെള്ളം നക്കിയാണ് കുടിക്കുന്നത് അല്ലേ. പൂച്ചയൊക്കെ നമ്മൾ സാധാരണ വീട്ടിൽ വളർത്തുന്ന നമുക്കറിയാം, പൂച്ചയുടെ പട്ടിയുടെയൊക്കെ ഇത് നക്കി കുടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഒരുപക്ഷെ ആനിമൽ പ്ലാനറ്റ് കണക്കുള്ള ഒരു ചാനലൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ സിംഹവും കടുവയൊക്കെ വെള്ളം നക്കി കുടിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെല്ലാം മാംസഭുക്കുകളാണ്. അതിൻ്റെ പല്ലിൻ്റെ ഘടന എങ്ങനെയാണ് അല്ലേ, അതിന് ഇര പിടിക്കാൻ തക്കവണ്ണം കഴിയുന്ന വിധത്തിലുള്ള കോമ്പല്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഈ വെള്ളം കുടിക്കുന്ന രീതി വെച്ച് നമുക്ക് എൻ്റെ കാറ്റഗറി പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, മാംസഭുക്കാണോ വെജിറ്റേറിയൻ ആണോ എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോഴേ ഈ മനുഷ്യൻ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്? മനുഷ്യൻ നക്കി കുടിക്കുന്നില്ലല്ലോ, മനുഷ്യൻ വെള്ളം വലിച്ചു കുടിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വെജിറ്റേറിയൻ കാറ്റഗറിയിലല്ലേ പെടേണ്ടത്? എൻ്റെ ഒരു സംശയം ഞാനിങ്ങനെ പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണമൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഈ മറ്റ് മൃഗങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുള്ള എൻ്റെ ഒരു ഒബ്സർവേഷൻ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. നിങ്ങൾക്കതിന് ചിന്തിച്ച് നോക്കുക അല്ലേ. ഇനി നമ്മളുടെ പല്ലിൻ്റെ ഒക്കെ ഘടന എങ്ങനെയാണ്? ഈ കന്നുകാലികൾക്ക് ആടിനൊക്കെ ഉള്ളതുപോലെ തന്നെ അണപ്പല്ലുകളുണ്ട് അല്ലേ, ചവച്ചരയ്ക്കാൻ കഴിയുന്നതിലുള്ള അണപ്പല്ലുകൾ. ഈ മൃഗങ്ങളുടെ മാംസഭുക്കുകളായിട്ടുള്ള പോലുള്ള കോമ്പല്ലുകൾ, കൂർത്ത പല്ലുകളോ നീണ്ട പല്ലുകളൊന്നും നമുക്കില്ലല്ലോ. അപ്പം നമ്മളുടെ ആ ശരീരത്തിൻ്റെ ആ പല്ലിൻ്റെ ഘടന, വെള്ളം കുടിക്കുന്ന രീതി ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിലാണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് നമ്മൾ വെജിറ്റേറിയൻ കാറ്റഗറിയിലാണ് പെടുന്നത് എന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ പഠനങ്ങൾ പറയുന്നതനുസരിച്ച് ഈ വെജിറ്റേറിയൻ കഴിക്കുന്ന ജന്തുക്കളുടെ അല്ലെങ്കിൽ മൃഗങ്ങളുടെയൊക്കെ ആമാശയത്തിന് 4 അറകളുണ്ട്, അല്ലാത്തതിന് 2 ഉള്ളൂ മാംസഭുക്കുകൾക്ക് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ടെൻഡൻസി കിടക്കുന്നത് മനുഷ്യൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ വെജിറ്റേറിയനാണ്. പക്ഷെ നമ്മൾ മിശ്രഭുക്കാണ്, മറ്റുള്ളതും കഴിക്കുന്നുണ്ട്, അത് നമുക്ക് ഡൈജസ്റ്റ് ആകുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഓക്കെ ആണെങ്കിൽ പോലും ഇതിനകത്ത് ചില സംഗതികളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ മാംസം ഒക്കെ ഇങ്ങനെ കഴിക്കുന്ന മുഖാന്തരമാണോ എന്നറിയില്ല, ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷൻ കേട്ടോ. ഈ ആളുകൾക്ക് മുൻകാലങ്ങളിൽ ഇത്രയൊന്നും മാംസം കഴിക്കുന്നില്ലായിരുന്നല്ലോ ആളുകൾ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ചൂടാകുന്ന പ്രകൃതക്കാർ ഈ വന്യമൃഗങ്ങളെങ്ങനെയാണ്, മാംസഭുക്കളായിട്ടുള്ള മൃഗങ്ങളെങ്ങനെയാണ്, അത്ര ഫ്രണ്ട്ലി അല്ലല്ലോ അല്ലേ, മറ്റു മൃഗങ്ങളെ പോലെ തന്നെ, മറ്റേ ഈ വെജിറ്റേറിയൻ മത്സ്യങ്ങളെ പോലെ ഫ്രണ്ട്ലി അല്ല. അപ്പോൾ ഇത് അക്രമാസകാരികളാവും പെട്ടെന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു പക്ഷേ മാംസം കഴിക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ പെട്ടെന്ന് കോപപ്രവണതയും ഈ അടുക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സ്വഭാവത്തിലേക്ക് ഇപ്പം മാംസം കഴിക്കലൊക്കെ കൂടിയതുകൊണ്ടാണോ? എൻ്റെ ഒബ്സർവേഷൻ കേട്ടോ. ഇതൊന്നും ഔദ്യോഗിക സ്ഥിരീകരണമല്ല, ഞാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഞാൻ അതിനോട് ഉപോത്ബലകമായിട്ടുള്ള ഒറ്റ സംഗതി കൂട്ടിച്ചേർക്കാം. ഇത് ഈ പട്ടന്മാരില്ലേ, ബ്രാഹ്മണന്മാർ, പട്ടന്മാരൊക്കെ, അവർ സ്വാഭാവികമായിട്ടും അവർ ചെറുപ്പം മുതൽ തന്നെ വെജിറ്റേറിയൻ ശീലിക്കുന്നു. വെജിറ്റേറിയൻ ആണ് അവരുടെ മെയിൻ ആഹാരം. അവർ ഒരിക്കലും ഇറച്ചിയും മീനോ കഴിക്കുന്നുണ്ട്. വളരെ ശാന്ത സ്വഭാവക്കാരില്ലേ അവർ. അവരെന്തെങ്കിലും മറ്റുള്ളവരെ പോലെ തെറി പറയുന്നത് കേട്ടിട്ടുണ്ടോ? അവർ തെറി പറയുന്നത് ഏറ്റവും വലിയ തെറി എന്ന് പറഞ്ഞാൽ ഏഭ്യൻ, കൊശവൻ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുള്ളൂ അല്ലേ. അതൊന്നും വലിയ തെറികളൊന്നുമില്ല. ദേഷ്യം വരുമ്പോൾ അവർ പരമാവധി പ്രയോഗിക്കുന്ന വാചകങ്ങളാണ്. അപ്പോൾ അവരുടെ ആ ശാന്ത സ്വഭാവത്തിൻ്റെ പിന്നിലെ അവരുടെ ആഹാര രീതിയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ?
ഒന്ന് ചിന്തിച്ചു നോക്കി. വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ടുള്ള ആ ശാന്ത സ്വഭാവം വന്നാണോ എന്ന് ചിന്തിച്ചു നോക്കാം. 1. 2, ഒരു പഴമൊഴി ഇങ്ങനെ പറയുന്നത്, പട്ടന്മാരിൽ പൊട്ടനില്ല, ഉണ്ടെങ്കിൽ അവൻ കളക്ടറായിരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നാ? അവർക്ക് ഭയങ്കര ബുദ്ധിയാണെന്നല്ലേ ആ പട്ടന്മാർ. അപ്പോൾ അവരുടെ ആഹാര രീതി വെജിറ്റേറിയനാണ്. അപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്ന ആളുകൾക്ക് കൂടുതൽ ബുദ്ധി ഉണ്ട് എന്നല്ലേ ഈ പഴമൊഴി പറയുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം നമ്മൾ വിലയിരുത്തി നോക്കുമ്പോൾ നമുക്കൊക്കെ മാംസത്തോടും താല്പര്യമുണ്ട്, മീനിനോടും താല്പര്യമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ കഴിയാൻ കുഴപ്പമില്ല. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയൊരു ആശയം പറഞ്ഞു മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങളിത് ചിന്തിച്ച് നോക്കുക, ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒന്ന് ശരിയാണെന്ന് സംബന്ധിച്ച്. ഇത് ശാസ്ത്രീയ അടിത്തറയൊന്നും ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു, എൻ്റെ ഒരു ഒബ്സർവേഷൻ ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ കേട്ടോ. അപ്പോൾ അതായത് നിങ്ങളിത് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ എൻ്റെ ചിന്ത പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ചില വിവരങ്ങൾ നിങ്ങൾക്ക് പ്രദാനം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. സമാനമായിട്ടുള്ള മറ്റൊരു വിവരങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ ഗുഡ് ബൈ.